ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളെല്ലാം തന്നെ മലയാളത്തിലാണ്, എന്നാലും അതിൻ്റെ ഇംഗ്ലീഷ് ടേംസ് ബ്രാക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടില്ലാതെ അത് ഏത് സെക്ഷനിലാണെന്നും എന്ത് പ്രോസസ്സാണ് അവിടെ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, പക്ഷേ എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മലയാളത്തിലാവുന്നതാണ് കൂടുതൽ ഉത്തമം. ഓക്കെ, HSA മാത്തമാറ്റിക്സിനായുള്ള കോച്ചിങ് ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ സിലബസ് അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ഓരോ ടോപ്പിക്കിൽ നിന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും തിയറി പോർഷൻസും അതുപോലെ പ്രോബ്ലംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സെറ്റ് തിയറി എന്ന പോർഷനിൽ നിന്ന് വരുന്ന എന്ന മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഗണം എയിൽ 3 അംഗങ്ങളും ഗണം ബിയിൽ 6 അംഗങ്ങളും ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അംഗങ്ങൾ ഉണ്ടാകും? ഓക്കെ, അപ്പോൾ സെറ്റ് തിയറിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഗണം എന്ന് പറഞ്ഞാൽ സെറ്റ് എന്നാണ്. സെറ്റ് എയിൽ 3 അംഗങ്ങൾ, ഓക്കെ, 3 മെമ്പേഴ്സാണ്. അതുപോലെ സെറ്റ് ബിയിൽ 6 എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിൽ കുറഞ്ഞ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. എൻ ഓഫ് എ ആണ് 3. സെറ്റ് എയിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. അതായത് എൻ ഓഫ് എ ആണ് 3 എന്ന് പറയുന്നത്. അതുപോലെ ബിയിൽ 6 എലിമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ ഓഫ് ബി ഈക്വൽ ടു 6 എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? എ യൂണിയൻ ബിയിലെ കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണം, അതായത് മിനിമം വാല്യൂ ആണ്. എ യൂണിയൻ ബിയുടെ മിനിമം വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, എ യൂണിയൻ ബിയുടെ മിനിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ക്ലിയർ ആയല്ലോ? എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അതായത് എ യൂണിയൻ ബിയിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ ടൈപ്പിൽ ക്വസ്റ്റ്യൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? എ എന്ന സെറ്റിലെ 3 എലിമെൻറ്റ്സും ബി എന്ന സെറ്റിലെ 6 എലിമെൻറ്റ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിൽ മിനിമം എത്ര നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. ഇതുപോലെ മാക്സിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സും ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ ആണ്. ഈ ഇക്വേഷൻ നോക്കിക്കോളൂ കേട്ടോ. ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എ യൂണിയൻ ബി, എൻ ഓഫ് എ യൂണിയൻ ബി മാക്സിമം വാല്യൂ വരണമെങ്കിൽ, എൻ ഓഫ് എ യൂണിയൻ ബി മാക്സിമം വാല്യൂ വരണമെങ്കിൽ എൻ ഓഫ് എയും എൻ ഓഫ് ബിയും തന്നിട്ടുണ്ട്. ഇതിൽ മാക്സിമം വാല്യൂ വരണമെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോജിക്ക് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമം വാല്യൂ വരണമെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം, അതായത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0 ആവുന്ന കേസ് എങ്ങനെയാണ്? എ ഇൻ്റർസെക്ഷൻ ബി 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കണം അല്ലേ? അതായത് എയും ബിയും എന്താണ്? ഡിസ്ജോയിൻറ്റ്, അതായത് വിഭജന സെറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എയും ബിയും വിഭജന സെറ്റ് ആണെങ്കിൽ, അതായത് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ, കോമൺ എലിമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? മാക്സിമം വാല്യൂ ഓഫ് എ യൂണിയൻ ബി കിട്ടാം. എൻ ഓഫ് എ യൂണിയൻ ബിയുടെ മാക്സിമം വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എ ബി എന്നുള്ള 2 സെറ്റ് ഉണ്ട്. അത് ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നും തന്നെ ഉണ്ടാവില്ല, അതായത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും? എ യൂണിയൻ ബിയുടെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, എ യൂണിയൻ ബിയുടെ മാക്സിമം വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി അടുത്ത കേസ് നോക്കൂ. എൻ ഓഫ് എ യൂണിയൻ ബി മിനിമം വരണമെങ്കിലോ? നോക്കൂ, എൻ ഓഫ് എ യൂണിയൻ ബി മിനിമം വാല്യൂ വരണമെങ്കിൽ, എൻ ഓഫ് എ യൂണിയൻ ബി മിനിമം വാല്യൂ വരണമെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണ്ടേ? ഓക്കെ, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അങ്ങനെ മാക്സിമം വരുന്നത് എപ്പോഴാണ്? നോക്കൂ, ബി ഈസ് ദി സൂപ്പർ സെറ്റ് ഓഫ് എ. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ സെറ്റ് ഓഫ് എ. അതായത് എയിലുള്ള എല്ലാ എലിമെൻറ്റ്സും ബിയിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ബിനെ എന്ത് വിളിക്കാം? സൂപ്പർ സെറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ ബി എയുടെ സൂപ്പർ സെറ്റ് ആണെങ്കിൽ അവിടെ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ഓഫ് എ ആയിരിക്കും. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നെയാണ് എന്ത് വരുന്നത്? എൻ ഓഫ് എയും വരുന്നത്. അപ്പോൾ ഈ കേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിനിമം വാല്യൂ കിട്ടുന്നത്.
ഓക്കെ, എ യൂണിയൻ ബിയുടെ എൻ ഓഫ് എ യൂണിയൻ ബിയുടെ മിനിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? രണ്ട് സെറ്റുകൾ അതിൽ ഒരു സെറ്റ് സൂപ്പർ സെറ്റ് ആകുമ്പോഴാണ്. ഓക്കെ, സൂപ്പർ സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സെറ്റിനെ മുഴുവനായിട്ടും അത് കണ്ടെയ്ൻ ചെയ്യും. മുഴുവനായിട്ടും കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് അതിലെ ഒരു സെറ്റ് തന്നെ, ചെറിയ സെറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ തന്നെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്. ഈ ഒരു കാര്യം വ്യക്തമായോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള ഇക്വേഷൻ നോക്കുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി ഫൈൻഡ് ചെയ്യാൻ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതിൽ ഈ രണ്ട് ടേംസും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മളൊരു പോസിബിലിറ്റി പറയുകയാണ്. അതായത് ഇവിടെ മിനിമം വാല്യൂ വരണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് മാക്സിമം ആയിരിക്കണം. ഇത് മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്? സൂപ്പർ സെറ്റ് ആകുമ്പോഴാണ് ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഒരു സെറ്റ് സൂപ്പർ സെറ്റ് ആകുമ്പോഴാണ്. സൂപ്പർ സെറ്റ് ആകുക എന്ന് പറഞ്ഞാൽ കോമൺ എലിമെൻ്റ് എടുക്കുമ്പോൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അതിൽ ഒരു സെറ്റ് തന്നെ ആയിരിക്കും. എൻ ഓഫ് എ അല്ലെങ്കിൽ എൻ ഓഫ് ബി ആയിരിക്കും സെറ്റ് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. എൻ ഓഫ് എ യൂണിയൻ ബിയുടെ മിനിമം വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, എൻ ഓഫ് എ യൂണിയൻ ബിയുടെ മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്യാൻ എങ്ങനെയാണ് നോക്കൂ. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ ആണെന്ന് പറഞ്ഞു. എൻ ഓഫ് എ ഇവിടെ 3 ആണ്. ഓക്കെ, ദെൻ ഈ വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ ഏകാംഗ ഗണം ഏത്? ഓക്കെ, തന്നിരിക്കുന്നവയിൽ ഏകാംഗ ഗണം. ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റാണ്. ഓക്കെ, അതായത് ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റിനെയാണ് എന്ത് പറയുന്നത്? ഏകാംഗ ഗണം അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ നോക്കുക. എക്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് ഈക്വൽ ടു 10 where x belong to z. ഓക്കെ, z എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ സെറ്റാണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് ഇൻറ്റിജേഴ്സും വരും. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നോക്കിക്കോളൂ. എക്സ് സച്ച് ദാറ്റ് മോഡ് എക്സ് ഈക്വൽ ടു 20 where x belong to ക്യാപിറ്റൽ N. നാച്ചുറൽ നമ്പർ സെറ്റാണ്. ദെൻ ഓപ്ഷൻ സി എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 where x belong to z. ഇൻറ്റിജർ സെറ്റ് തന്നെയാണ്. ദെൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൽ ഏതാണ് ഏകാംഗ ഗണം? സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുക്കാം. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ നോക്കൂ. മോഡ് എക്സ് 10 എന്ന് പറഞ്ഞാൽ അവിടെ എക്സിന് വാല്യൂ ഏതെല്ലാം വരാം? +10ഉം -10ഉം വരാം അല്ലേ? അത് എക്സ് ഏത് സെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം. ഓക്കെ, ഇത് ഇൻറ്റിജർ സെറ്റാണ്. അപ്പോൾ ഇൻറ്റിജറിൽ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് ഇൻറ്റിജേഴ്സും വരാം. അപ്പോൾ എക്സിന് വാല്യൂ +or-10. ഓക്കെ, ക്ലിയർ ആണല്ലോ? മോഡ് എക്സ് ഈക്വൽ ടു 10 ആണെങ്കിൽ അവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? +10 അല്ലെങ്കിൽ -10 ആയിരിക്കാം. ഇനി ഓപ്ഷൻ ബി നോക്കൂ. മോഡ് എക്സ് ഈക്വൽ ടു 20 ആണെങ്കിൽ ഇനി ഇത് ഏകാംഗ ഗണമാണോ അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ആണോ? അല്ല അല്ലേ? സിംഗിൾട്ടൺ സെറ്റ് ആണെങ്കിൽ ഒരു എലമെൻറ്റേ വരാൻ പാടുള്ളൂ. ഇവിടെയാണെങ്കിലോ 2 എലമെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്തല്ല? സിംഗിൾട്ടൺ സെറ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി എടുക്കാം. ഓപ്ഷൻ ബിയിൽ മോഡ് എക്സ് ഈക്വൽ ടു 20 ആണ്. അപ്പോൾ എക്സിന് വാല്യൂ എന്ത് വരും? പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ സെറ്റിലുള്ള എലമെൻ്റ് ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആണ്? ബിലോങ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരില്ല. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1, 2, 3 എക്സെട്ര തുടങ്ങുന്ന നമ്പേഴ്സാണ് ഇത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. അതുകൊണ്ട് മോഡ് എക്സ് 20 ആണെങ്കിൽ എക്സിന് വില എന്ത് മാത്രമേ വരികയുള്ളൂ? +20 മാത്രമേ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്ത് പറയാം? ഈ ഏകാംഗ ഗണം എന്ന് പറയാം അല്ലേ? ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ ഈ സെറ്റിനകത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഏകാംഗ ഗണം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കാം കേട്ടോ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് നോക്കൂ. എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ സെറ്റിലെ എലമെൻ്റ് ആണ്. എക്സ് സ്ക്വയർ 5 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് √5 അല്ലേ വരുന്നത്? ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? +or-√5 ആണല്ലേ? അപ്പോൾ ഇൻറ്റിജർ സെറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും, ശൂന്യ ഗണമായിരിക്കും. ഓക്കെ, ശൂന്യ ഗണമായിരിക്കും. ഈ ടേംസൊക്കെ പഠിക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞ് അതായത് ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും സെറ്റിൻ്റെ ഓരോ പേരുകളും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷമേ നമുക്ക് പ്രോബ്ലം സെക്ഷനിലോട്ട് കിടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ശൂന്യ ഗണം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സെറ്റ് എ ഈക്വൽ ടു 1, 2, 3. ഓക്കെ, എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു സെറ്റ് 2, 3, 4 ആയാൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഏകദം ഏത്?
ഓക്കെ, സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഏകതം അഥവാ ഫംഗ്ഷൻ എന്നാണ് കേട്ടോ. ഏകതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഫംഗ്ഷൻ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷനെ കുറിച്ചൊന്ന് നോക്കാം. എ റിലേഷൻ, അതായത് ബന്ധം. ഓക്കെ, റിലേഷന് ബന്ധം എന്നാണ് പറയുന്നത്. റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഈ സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ്, അതായത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ അതൊരു ഫംഗ്ഷൻ ആവണമെങ്കിൽ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഒരു റിലേഷൻ അത് ഫംഗ്ഷൻ ആവണമെങ്കിൽ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ആദ്യത്തേത് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഷുഡ് ഹാവ് ഇമേജ് ഇൻ ബി, അതായത് എയിലുള്ള എല്ലാ എലമെൻസിനും ബി എന്ന ഗണത്തിൽ ഒരു പ്രതിബിംബം ഉണ്ടായിരിക്കണം. ഓക്കെ, എയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ബിയിൽ ഒരു പ്രതിബിംബം ഉണ്ടായിരിക്കണം. ഡെഫിനിഷൻ എല്ലാം മലയാളത്തിൽ പഠിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഡെഫിനിഷൻ ഇംഗ്ലീഷ് പഠിച്ചോളൂ. ടേംസ് എന്താണ്? ടേംസ് മലയാളത്തിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പറയുന്നത് എന്താണ്? എയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ബിയിലൊരു ഇമേജ് അഥവാ പ്രതിബിംബം ഉണ്ടായിരിക്കണം. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഒരു പ്രതിബിംബം ഉണ്ടായിരിക്കണം. അതായത് നോക്കൂ, ഇതിനകത്ത് ഇതാണ് ഡൊമൈൻ സെറ്റ്, ഇതാണ് എ എന്ന് കരുതുക. ഓക്കെ, ഇത് എയും ഇത് ബിയും ആണ്. എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ നോക്കണം? എയിലുള്ള എല്ലാ എലമെൻറ്റ്സ് 1 2 3 എന്നാണ് എയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ എലമെൻറ്റ്സിന് ഇമേജ് വേണം അല്ലേ? ബി എന്ന സെറ്റിലെ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. 1ൻ്റെ ഇമേജ് ഉണ്ട് 1, 2ന് ഇമേജ് ഉണ്ട് 8, 3ക്ക് ഇമേജ് ഉണ്ട് 27. അപ്പോൾ എന്താണ്? ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കൂ. നോ എലിമെൻറ്റ് ഓഫ് എ ഷുഡ് ഹാവ് മോർ ദാൻ 1 ഇമേജ് ഇൻ ബി. എയിലുള്ള ഓരോ എലമെൻറ്റിനും ഒരൊറ്റ ഇമേജ് മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ, മോർ ദാൻ 1 ഇമേജസ് വരില്ല. ഓക്കെ, എയിലുള്ള എലമെൻറ്റ്സിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് പ്രതിബിംബം ബിയിൽ ഉണ്ടാവാൻ പറ്റില്ല. ഇവിടെ അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലേ? 1ന് ഒരൊറ്റ ഇമേജേ ഉള്ളൂ, 2നും ഒരേ ഇമേജ്, 3ക്കും ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. മോർ ദാൻ 1 ഇമേജസ് വന്നാൽ അത് എന്താവില്ല? ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ആ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിലൊരു ഇമേജ് ഉണ്ടായിരിക്കണം. പിന്നെ ഒന്നിൽ കൂടുതൽ ഇമേജസ്, എയിലുള്ള എലമെൻസിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ബിയിൽ വരാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ റിലേഷൻ എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ? ഈ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ഇത് ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ട്? ഒരു ഇമേജ് ഉണ്ട്. എ ബി സി എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ട്. പിന്നെ ഒന്നിൽ കൂടുതൽ ഇമേജസ് വന്നിട്ടില്ല അല്ലേ? എക്ക് ഒന്നേ ഉള്ളൂ, ബിക്കും സിക്കും എന്താണ്? ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇതും ഫംഗ്ഷൻ ആണ്. ഇനി താഴത്തെ നോക്കൂ. എ ബി, എയ്ക്കും ബിക്കും ഇമേജ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ ഇമേജ് വരാൻ പറ്റില്ല. ഇവിടെ എ എന്ന എലമെൻറ്റിന് 2 ഇമേജ് വന്നിട്ടുണ്ട്, എക്സും ഇസഡും 2 ഇമേജ് വന്നിട്ടുണ്ട്. ആയതിനാൽ ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. അതുപോലെ അടുത്ത് നോക്കൂ. ഇതിലും എ ബി സി 3നും ഇമേജ് ഉണ്ട്, പക്ഷേ ബിക്ക് 2 ഇമേജ് വന്നിട്ടുണ്ട്. ആയതിനാൽ ഇതും എന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇതിലെങ്ങനെയാണ് നോക്കൂ. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ എയ്ക്കകത്ത് 1 2 3 എന്ന എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ 1നും 2നും 3ക്കും ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 1ന് ഇമേജ് ഉണ്ട് 2, 2ന് ഇമേജ് ഉണ്ട് 3, 3ക്ക് ഇമേജ് ഉണ്ട് 4. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാൻ പറ്റില്ല അല്ലേ? ഇവിടെ 2ന് 2 ഇമേജ് വന്നിട്ടുണ്ട്. 2 3ലോട്ടും മാപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 2ന് 2ലോട്ടും മാപ്പ് ചെയ്തിട്ടുണ്ട്. 2 ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചല്ലോ? 2ന് 3ലോട്ടും മാപ്പ് ചെയ്തു, 2ന് 2ലോട്ടും മാപ്പ് ചെയ്തിട്ടുണ്ട്. 2 ഇമേജ് വന്നിട്ടുണ്ട്. ആയതിനാൽ ഇതെന്തല്ല? ഫംഗ്ഷൻ ആവില്ല. ഓക്കെ, 2ന് 2 പ്രതിബിംബം ഉള്ളതിനാൽ അതെന്തല്ല? ഏകതമല്ല. ഓക്കെ, എലമെൻറ്റ് 2ന് 2 ഇമേജസ് ഉണ്ട്. ആയതിനാൽ അതെന്തല്ല? ഏകതമല്ല, ഫംഗ്ഷൻ ആവില്ല. അടുത്ത നോക്കൂ. ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 1ന് 2, 2ന് പക്ഷെ 3ക്ക് ഇമേജ് ഇല്ല. ഓക്കെ, 3ക്ക് ഇമേജ് ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 1ന് 2 ഇമേജ് വന്നു അല്ലേ? 1ന് 2 പ്രതിബിംബം വന്നില്ലേ? 1 2ലോട്ടും പോയിട്ടുണ്ട്, 1 3ലോട്ടും പോയിട്ടുണ്ട്. ഓക്കെ, 1ന് 2ലോട്ടും മാപ്പ് ചെയ്തു, 1ന് 3ലോട്ടും മാപ്പ് ചെയ്തു. അപ്പോൾ 1ന് 2 ഇമേജ് വന്നു. പിന്നെ 3 എന്ന എലമെൻറ്റിന് അവിടെ എന്തില്ല? ഇമേജ് ഇല്ല, പ്രതിബിംബമില്ല. ആയതിനാൽ അത് എന്തല്ല? ഏകതമാവില്ല. ഇനി മൂന്നാമത്തേത് നോക്കൂ. 1ന് 3ലോട്ട് മാപ്പ് ചെയ്യുന്നു, 2ന് 3ലോട്ട് മാപ്പ് ചെയ്യുന്നു, 3ന് 3ലോട്ട് മാപ്പ് ചെയ്യുന്നു. എല്ലാം ഒരേ നമ്പറിലോട്ടാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്.
പക്ഷേ അത് അതെന്താണ്, ഏകതമാണ് അല്ലേ? കാരണം എന്താണ്, 1 2 3 എന്നുള്ള എല്ലാ എലിമെൻസിനും എന്തുണ്ട്, ഇമേജ് ഉണ്ട്. പിന്നെ അതിലെ എല്ലാ എലിമെൻറ്റിനും ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. ആയതിനാൽ അത് എന്താണ്, ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് എന്ത്, ഫംഗ്ഷൻ. ഓപ്ഷൻ ഡി എടുക്കുകയാണെങ്കിൽ നോക്കൂ, 1 2 3 എല്ലാ എലിമെൻസിനും ഇമേജ് ഉണ്ട്. ഓക്കെ, ദെൻ ഇമേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 1ൻ്റെ ഇമേജ് 1 ആണ്. അത് ബിയിലുണ്ടോ? ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്താ 1 എന്ന പ്രതിബിംബം ബി എന്ന ഗണത്തിലില്ല. ആയതിനാൽ അതും എന്താവില്ല, ഒരു ഏകതമല്ല, ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 3 4 5 6 ആയാൽ എ സിമ്മട്രിക് ഡിഫറൻസ് ബി എന്നാണ് കേട്ടോ. എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്മട്രിക് ഡിഫറൻസ് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്, സിമ്മട്രിക് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നോക്കൂ, സിമ്മട്രിക് ഡിഫറൻസ് കാണുന്നതിനുള്ള ഇക്വേഷൻ, എ സിമ്മട്രിക് ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ യൂണിയൻ ബിയിൽ നിന്നും എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ യൂണിയൻ സെറ്റിൽ നിന്ന് നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ ഇൻ്റർസെക്ഷൻ സെറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4ഉം ബി എന്ന് പറയുന്നത് സെറ്റ് 3 4 5 6ഉം ആണ്. അങ്ങനെയാണെങ്കിൽ യൂണിയൻ എന്താണ്, എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് രണ്ടിലും ഉള്ള എലിമെൻറ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് 1 2 3 4 5 6 വരും, റിപ്പീറ്റേഷൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയിലെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്, 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കോമൺ എലിമെൻറ്റ് ഏതൊക്കെയാണ്, 3ഉം 4ഉം ആണ് കോമൺ എലിമെൻറ്റ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബിയും എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, സിമെട്രിക് ഡിഫറൻസിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 6 - 2 വിച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും എ സിമെട്രിക് ഡിഫറൻസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. n+1 അംഗങ്ങളുള്ള ഒരു ഗണത്തിലെ സംഘതോപഗണങ്ങൾ, അതായത് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, സംഘതോപഗണങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഉപഗണങ്ങളല്ല, ഉപഗണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ്. ഓക്കെ, ഉപഗണം എന്ന് പറഞ്ഞ്, ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് എന്നാണ്. ഉപഗണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ആണ്. സംഘതോപഗണം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് കേട്ടോ മീനിങ്. ഓക്കെ, സംഘതോപഗണങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. n അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ, ഒരു സെറ്റിൽ n അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ അതിലെ പ്രോപ്പർ സബ്സെറ്റ് എത്രയായിരിക്കും, 2n-1 ആണ്. n അംഗങ്ങളാണ് ഒരു സെറ്റിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ സബ്സെറ്റിൻ്റെ എണ്ണം എത്രയാണ്, 2n അല്ലേ? ഇപ്പോൾ n ആണ് ഒരു സെറ്റിലുള്ള എലമെൻ്റ് എങ്കിൽ അതുകൊണ്ട് അതിൻ്റെ സബ്സെറ്റ്, എത്ര സബ്സെറ്റ് നമുക്ക് പോസിബിൾ ആണ്, 2n സബ്സെറ്റുകൾ പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ എന്തല്ല, സബ്സെറ്റ് അല്ല അല്ലേ, പ്രോപ്പർ സബ്സെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, പ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് 2n-1 ആണ്. ഓക്കെ, 2n-1 ആണ്. n ആണ് അംഗങ്ങളെങ്കിൽ. പക്ഷെ ഇവിടെ അംഗങ്ങൾ എത്രയാണ്, n+1 ആണ് കേട്ടോ. ഞാനിവിടെ n എന്നാണ് എഴുതിയിട്ടുള്ളത്. n+1 അംഗങ്ങളാണ് വരുന്നതെങ്കിൽ n+1. ഓക്കെ, n+1 അംഗങ്ങളുള്ളൊരു ഗണത്തിൽ സംഘതോപഗണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 2n+1 - 1. n ആണ് നമ്പർ ഓഫ് എലിമെൻ്റ് എങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് എത്രയാണ്, 2n-1 ആണ്. അപ്പോൾ n+1 ആണെങ്കിൽ n-ന് പകരം n+1 കൊടുക്കുന്നു, 2n+1 - 1. ഓർത്ത് വെച്ചോളൂ. ഇനി എന്താണ് പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നത്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന സെറ്റ് എടുക്കുക. ഓക്കെ, ABC എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്, സബ്സെറ്റുകൾ ഏതൊക്കെ വരും, നൾ സെറ്റ് വരും, സെറ്റ് എ വരും, സെറ്റ് ബി വരും, സെറ്റ് സി വരും, പിന്നെ സെറ്റ് AB BC AC, പിന്നെ ഒന്നുകൂടി വരും അല്ലേ, സെറ്റ് ABC കൂടി വരും, സെറ്റ് ABC കൂടി വരും. അതാണ് എന്ത്, സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇവയെല്ലാം ഉണ്ടായിരിക്കും. സെറ്റ് എ ഉണ്ടായിരിക്കും, നൾ സെറ്റ് ഉണ്ടായിരിക്കും, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് AB BC CA ഇവയെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല, സെയിം സെറ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, സെറ്റ് ABC ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, സെറ്റ് ABC ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, സെയിം സെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ സബ്സെറ്റ് ഈസ് എ സെറ്റ് എ ദാറ്റ് കണ്ടെയ്ൻസ് സം ബട്ട് നോട്ട് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് സെറ്റ് ബി. ഓക്കെ, സം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ എന്തുണ്ടാവില്ല, ഓൾ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള സെറ്റുകളെയാണ് എന്ത് പറയുന്നത്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നോക്കാം. ഓക്കെ, താങ്ക്